ലോകത്തൊരു വെള്ളത്തിലെ ഭക്ഷണമുള്ളത് അതേതാ? ഒരു വെള്ളത്തിൽ ഭക്ഷണമുണ്ട്, അതേതാ? സംസം. പള്ളം നിറച്ച് കുടിക്കാം. ആ വെള്ളത്തിൽ എന്തുണ്ട്? ഭക്ഷണമുണ്ട്. ഒന്ന് കാരക്ക, 1-ാം നമ്പർ കാരക്ക ഇഷ്ടം പോലെ കിട്ടും. കൊണ്ടുപോയ പൈസ 1 ഉറുപ്പ്യ ചെലവാക്കാത്ത തിരിച്ചുകൊണ്ടിരാവുന്ന ഒരു അമലുണ്ടെങ്കിൽ അതേതാണ്? ഇപ്പൊ പ്ലേറ്റിന്റെ പൈസകൾ അടച്ചു, ആടെ അറിവിന്റെ പൈസ വരെ അടച്ചു, ഒരു പൈസകൾ കയ്യിൽ പിടിക്കും. ഇനി ഭക്ഷണം ഇഷ്ടം പോലെ കിട്ടും. എന്താണ് അവിടുത്തെ ഏറ്റവും വലിയ? വലത്തും ഇടത്തും തിരിഞ്ഞാൽ അവിടെ എന്ത് കിട്ടും? സംസം വെള്ളം കിട്ടും. അതല്ലേ? ഒരു മാസം കഴിഞ്ഞിട്ട് അബൂദർ ഗിഫാരി മുസ്തഫായ നബിയുടെ അരികിൽ വന്നു. ഹബീബായ നബിയോട് പറഞ്ഞു, ഞാന് മിമ്മൻ, എവിടുന്ന? ഞാൻ ഒഫാർ ഗോത്രത്തിൽ ഞാൻ. മിൻമത്ത, എത്ര കാലമായി ഇവിടെ വന്നിട്ട് ചോദിച്ചു. മിൻ ഷഹ്രിൻ യാ റസൂലല്ലാഹ്, ഒരു മാസമായിട്ട് ഇവിടെ വന്നു. ഫഅൈന തുആമുക വശറാബുക, പിന്നെ എവിടുന്ന തിന്നവും കുടിച്ചു ചോദിച്ചു. ഫഅശാറ ഇലാ ബിഇരി സംസം, അപ്പോൾ ഈ മനുഷ്യൻ സംസം കിണറിലേക്ക്, വമാ അകൽതു വമാ ശരിബതു ഇല്ലാ മിൻ ദാലിക്കൽ ബിഇർ, ആ കിണറ്റിൽ നിന്നല്ലാതെ ഞാൻ തിന്നിട്ടില്ല കുടിച്ചിട്ടില്ല. ഫഅസ്മൻതു യാ റസൂലല്ലാഹ്, എൻ്റെ തടിയൊക്കെ ഒന്ന് കൂടി. ആര് പറഞ്ഞു? അബൂദർ ഗിഫാരി പറഞ്ഞു. ആരോട്? മുസ്തഫ നബിയോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മാസം അവിടെ നിന്നിട്ട് ഞാൻ തിന്നിട്ടില്ല കുടിച്ചിട്ടില്ല. എന്ത് മാത്രമേ ഉള്ളൂ? കഞ്ഞി കുടിച്ചില്ല, ചോറ് നിന്നിട്ടില്ല. ഒക്കെ എന്തായിരുന്നു? ആ കിണറുന്നാണ് എന്ന് അബൂദർ പറയാ മുസ്തഫ നബിയോട്. പ്രഗൽഭ സ്വഹാബിയാണ് അബൂദർ ഗിഫാരി. അള്ളാഹുരെ ദറജയേറ്റി കൊടുക്കുക, അവരെ ബറക്കത്തോടെ അള്ളാഹു അവനെ രക്ഷപ്പെടുത്തുകയും ചെയ്യട്ടെ. ഇപ്പം എന്താ ചെയ്യുക? വെള്ളം ഇഷ്ടം പോലെ കിട്ടും, കാരൊക്കെ ഇഷ്ടം പോലെ കിട്ടും. എന്തിനാ പിടിക്കുന്നത്? ഹറമു ചെന്നാൽ ഓരോ സ്ഥലത്തും എന്ത് വെച്ചിട്ടുണ്ടാവും? സംസം വെള്ളം. പിന്നെ അങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. മക്കാരും മദീനക്കാരും ഉള്ളവർക്ക് മുഴുവനും കാരക്ക കൊടുക്കും. 1-ാം നമ്പർ കാരക്ക. എന്താ പേടി? ഈ ദുനിയാവിലെ എല്ലാവിധ വൈറ്റമിനുള്ള ഒരു ഫ്രൂട്ട് ഉണ്ടെങ്കിൽ അതേതാ? ഈത്തപ്പഴം. അത് ഇഷ്ടം പോലെ കിട്ടുന്നത്. ആരും തരാത്തൊരു സാധനം ഉണ്ട്, അതെന്താ?